നമ്മുടെ ഈ ഗ്രാമപ്രദേശത്തൊക്കെ ഉള്ള സാധാരണ ആ ഫ്രണ്ട്ഷിപ്പും അതുപോലെ തന്നെ പത്രം വായിക്കുക, അത് കഴിഞ്ഞ് പത്രത്തിൻ്റെ കഥകൾ പറയുകയൊക്കെ ചെയ്യുന്ന കൂട്ടത്തിലുള്ള ആൾക്കാർ. ആ കൂടെ നമ്മളും വന്ന് ചായ കുടിച്ചാൽ കൂടി തുടങ്ങുകയാണ്. ശരിക്കും പറഞ്ഞാൽ കാപ്പിയില്ല, അതിൻ്റെ കൂടെ ചായ തന്നെയാണ് മാച്ചിങ്. ശരിക്കും 10 രൂപയുടെ ചായ കുടിക്കുന്നതാണ് എനിക്കിഷ്ടം. ചിലർക്ക് കാപ്പി ഒക്കെ ആവാം, അത് നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ. നമസ്കാരം. ഇപ്രാവശ്യം ഉണ്ടല്ലോ നമുക്കൊരു ചെറിയ ചായക്കടയാണ് കേട്ടോ. ഈ ചായക്കടയിൽ രാവിലെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പുട്ടും പപ്പടവും അതുപോലെ തന്നെ ചായയും കുടിക്കാം. ചായയോ കാപ്പിയോ ഒക്കെ കുടിക്കാൻ പറ്റും. ഞങ്ങൾ നേരത്തെ ഇവിടെ വന്നിരുന്നു. ഞങ്ങൾ വന്നത് നിഷാദാണ് നമ്മളെ കൂട്ടിക്കൊണ്ട് വന്നത്. നിഷാദ് നമ്മളുമായിട്ട് വന്നത് ഒരു 4 മണി സമയത്തൊക്കെ ആയിരുന്നു. അന്നേരം തൊട്ടിപ്പുറത്തൊരു പള്ളിയുണ്ട്. ആ പള്ളിയിൽ പെരുന്നാളിൻ്റെ സമയമായിരുന്നു. ആ പെരുന്നാളിൻ്റെ സമയമായിരുന്നു. അതുപോലെ തന്നെ വൈകുന്നേരം നമ്മളൊരു ചായയും കടിയൊക്കെ കഴിച്ചിട്ട് അങ്ങ് പോയി. പറഞ്ഞു രാവിലെ വരികയാണെന്നുണ്ടെങ്കിൽ പുട്ടും പപ്പടം ഉണ്ടാവുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ ഇന്ന് രാവിലെ വന്നത്. രാവിലെ ഇതിൻ്റെ ചുറ്റുവട്ടം നോക്കുകയാണെന്നുണ്ടല്ലോ ഇഷ്ടംപോലെ പാടങ്ങളായിരുന്നു അന്നേരം ഇച്ചിരി പുല്ലൊക്കെ കയറിയൊക്കെ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. പക്ഷേ ഇന്നിപ്പം മഴയായിരുന്നു, മഴക്കാലമാണ്, മഴയാണ്, നല്ല മഴയാണ്. അപ്പം മഴയത്ത് വെള്ളം ഇങ്ങനെ കയറി കിടക്കുകയാണ്. നമ്മളൊരു സൈഡിലോട്ട് നോക്കിയാൽ വെള്ളം മാത്രമേ കാണത്തുള്ളൂ. ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് തെങ്ങും കാണാം, പച്ചപ്പും കാണാം. അത് ഒരു വരമ്പ് തിരിച്ച പോലെ തന്നെയാണ് നമുക്ക്. ഒരു സൈഡിൽ നല്ല പച്ചപ്പ്, അപ്പുറത്തെ സൈഡിൽ വെള്ളം ഇങ്ങനെ കിടക്കുകയാണ്. അപ്പുറത്തെ ഒരു ബണ്ടൊക്കെ ഉണ്ട് കേട്ടോ, ദൂരെയായിട്ട് നമുക്ക് ഒരു ബണ്ടൊക്കെ കാണാം. നമ്മൾ ആ ബണ്ട് വഴിയാണ് ഇങ്ങോട്ട് കയറി വരുന്നത്. അപ്പോൾ ആ ബണ്ടിൻ്റെ കാഴ്ചകളാണ് നമുക്ക് ഏരിയൽ വ്യൂ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇപ്രാവശ്യം നമ്മുടെ കൂടെ ബിനു ഉണ്ട്. ബിനു US-ൽ നിന്നാണ്. പുള്ളിക്കാരൻ നമ്മുടെ ഫുഡ് ആൻഡ് ട്രാവൽ ഫ്രണ്ടാണ്. അപ്പോൾ നാട്ടിൽ വന്നപ്പോഴത്തേന് അമ്മയുടെ അടുത്ത് കുറച്ച് ദിവസം നിൽക്കാനായിട്ട് വന്നതാണ് ബിനു, അല്ലേ? അപ്പോൾ നാട്ടിൽ വന്നപ്പോൾ എന്തായാലും നമ്മുടെ കൂടെ കുറച്ച് യാത്രകളൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞ് നമ്മുടെ കൂടെ വന്നതാണ്. അതുപോലെ നിഷാദ് എന്തായാലും നമ്മുടെ കൂടെ ഉണ്ട്. നിഷാദേ, നമ്മൾ ഈ സ്ഥലത്തിൻ്റെ പേരെന്താ നിഷാദേ പറഞ്ഞേ? കെട്ടിങ്കൽ. കല്ലിങ്കലല്ല, കെട്ടിങ്കൽ. ഞാൻ മനസ്സിലിങ്ങനെ കല്ലിങ്കൽ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുക. കെട്ടിങ്കലാണ് ആ ബണ്ടിൻ്റെ സ്ഥലം, അല്ലേ? അവിടുന്ന് ഇങ്ങോട്ട് തിരിഞ്ഞ് കയറി വരണം. ആ തിരിഞ്ഞ് കയറി വരുന്ന വഴിയാണെങ്കിലുണ്ടല്ലോ ചെറിയൊരു വഴിയാണ്. അല്ല വേറെ വണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇച്ചിരി മുന്നോട്ടോ പുറകോട്ടോ ഒക്കെ ആണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ പാർക്കിങ്ങിനൊക്കെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. സൈഡിൽ എവിടെയെങ്കിലുമൊക്കെ പാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ പതുക്കെ അങ്ങോട്ട് നടന്നാൽ നമുക്ക് ചായക്കടയിൽ പോകാം. പുട്ടും പപ്പടമാണ്. നാടൻ, പക്ക നാടൻ കഴിക്കാൻ. അങ്ങനെ നമുക്കെല്ലാം ചായ കിട്ടി. ഇതേ നിഷാദ് അപ്പുറത്ത് നിന്ന് ചായ കുടിക്കുന്നു, ബിനു അപ്പുറത്ത് നിന്ന് ചായ കുടിക്കുന്നു. ജോസഫ് ഏട്ടനെ വഴിയിൽ നിന്ന് പരിചയപ്പെട്ടാണ്. അപ്പം ജോസഫ് ഏട്ടൻ പറഞ്ഞു സ്ഥിരം രാവിലെ വന്ന് കുടിക്കുന്നതാന്ന് പറഞ്ഞു ഇവിടെ. ചായ പുട്ടും പപ്പടവും കാലത്ത്. പിന്നെ 10 മണിയാകുമ്പോൾ റൊട്ടി. ഉച്ച തിരിഞ്ഞ പഴംപൊരിയും പരിപ്പുവടയും. പിന്നെ ഉണ്ടംപൊരി ഉണ്ടെന്ന് പറഞ്ഞു. അത് ഒരു 10 മണിക്ക് ബോണ്ട ഉണ്ടാവും. ബോണ്ട അതൊക്കെയാണ് നിങ്ങൾ കഴിക്കുക. ഞാനേ ഇവരുമായിട്ട് ഇങ്ങനെ കുറച്ചു നേരം സംസാരിക്കായിരുന്നു. അപ്പോൾ ഈ ചേട്ടൻ ഇങ്ങനെ പറയായിരുന്നു, ജോസഫ് എന്ന് പറയുന്ന ആള്, ജോസഫ് ചേട്ടൻ എന്നാണ് ഞാൻ പറഞ്ഞത്. പുള്ളിക്കാരൻ പറഞ്ഞു ജോസഫ് ഇവിടുത്തെ പ്രധാന മീൻപിടുത്തക്കാരനാണെന്നാ പറഞ്ഞത്. വരാലിനെ കൈകൊണ്ട് വിളിച്ച് കയ്യിൽ കയറ്റുമെന്ന് പറഞ്ഞു. കൈ കൊണ്ട് ഇങ്ങനെ വിളിച്ച് കഴിഞ്ഞാൽ വരാൽ കയ്യിൽ കയറുമെന്നാണ് പറഞ്ഞു. ചേട്ടൻ്റെ പേരെന്താ? ജോൺസൺ ചേട്ടനാണ് ആ കാര്യം പറഞ്ഞത് കേട്ടോ. ഏതായാലും ഇവരെല്ലാവരും ഇവിടെ സ്ഥിരം വന്ന് ചായ കുടിച്ച് വർത്താനം പറഞ്ഞ് നമ്മുടെ ഈ ഗ്രാമപ്രദേശത്തൊക്കെ ഉള്ള സാധാരണ ആ ഫ്രണ്ട്ഷിപ്പും അതുപോലെ തന്നെ പത്രം വായിക്കുക, അത് കഴിഞ്ഞ് പത്രത്തിൻ്റെ കഥകൾ പറയുകയൊക്കെ ചെയ്യുന്ന കൂട്ടത്തിലുള്ള ആൾക്കാർ. ആ കൂടെ നമ്മളും വന്ന് ചായ കുടിച്ചാൽ കൂടി തുടങ്ങുകയാണ്. ചായ മാത്രമല്ല, പുട്ടും പപ്പടം ഇപ്പം റെഡി ആയിട്ടുണ്ട്. അതേപോലെ തന്നെ പത്തിരി നീങ്ങത്തുള്ളൂ. ഇതാണ് ഇവിടുത്തെ എനർജി ഡ്രിങ്ക്. അപ്പോൾ നമുക്കും ഇന്ന് ഈ എനർജി ഡ്രിങ്കും അതുപോലെ തന്നെ പുട്ടും പപ്പടം ആവുന്നു. പുട്ടും പപ്പടം ആയിട്ടുണ്ട്. അതുപോലെ പത്തിരി ആവുന്നു. പത്തിരിക്ക് വേണ്ടി കുഴയ്ക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. അതെല്ലാം കഴിച്ച് നമ്മൾ പിന്നെ അടുത്ത സ്ഥലത്തേക്ക് പോകാം. പക്ഷേ ഇപ്പം ചായ നമുക്ക് തുടങ്ങാം. പൊളി. ഇതാണ് മനോജേട്ടൻ. മനോജ് ടീ സ്റ്റോൾ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ കടയുടെ പേരും കേട്ടോ. മനോജേട്ടൻ്റെ ചായക്കട എന്ന് വേണമെങ്കിലും പറയാം, അല്ലേ? ഇപ്പം പുള്ളിക്കാരൻ പത്തിരിയുടെ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പത്തിരിന്ന് ഇവിടെ റൊട്ടിന്നും പറയും, അല്ലേ? റൊട്ടിന്നും പറയും. ചിലപ്പോൾ റൊട്ടിന്ന് പറയും, ചിലപ്പോൾ പത്തിരി എന്ന് പറയും. അപ്പോൾ അതിങ്ങനെ ഉണ്ടാക്കി മോൾഡിനകത്ത് വെച്ച് പരത്തി ചുട്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ മനോജേട്ടൻ്റെ അനിയനാണ് അപ്പുറത്ത് ചായ അടിക്കുന്നത്, രാജേഷ് ഏട്ടൻ, അല്ലേ? രാജേഷ് ഏട്ടൻ. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടിയാണ് രാവിലെ. നിങ്ങൾ എത്ര മണിക്ക് തുടങ്ങും? ഞങ്ങളൊരു 6:45 ചായ തുടങ്ങും.
ത്രൂ ഔട്ട് ഉണ്ട്, ഉച്ചയ്ക്കില്ല അല്ലേ? ഉച്ചയ്ക്ക് കുറച്ച് നേരം റെസ്റ്റ് ഉണ്ട്, ഒരു ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. 12:30 അടച്ചാൽ പിന്നെ 2 മണിക്ക് തുറക്കുള്ളൂ. ഉച്ച അല്ല, ഊണൊന്നുമില്ലല്ലോ? ഊണില്ല. നമുക്ക് ഈ വക കാര്യങ്ങളാണ്. പുട്ട്, പപ്പടം, പത്തിരി, ബോണ്ട അല്ലേ? ബോണ്ട. നമ്മൾ ബോണ്ട എന്ന് പറയുന്നത് ഉണ്ടംപൊരി. ഉണ്ടംപൊരി, ബോണ്ട അല്ലെങ്കിൽ പഴംപൊരി അല്ലെങ്കിൽ പരിപ്പട, ഏതെങ്കിലും ഒന്ന് ദിവസം ഉണ്ടാക്കും. ഏതെങ്കിലും ഒന്നേ ഉണ്ടാവുള്ളൂ. പിന്നെ അത് തന്നെ വൈകിട്ടും ഉണ്ടാവും കടികൾ അല്ലേ? ഉച്ചരിയും തരി ഉണ്ടാവും. ഞങ്ങൾ 5 മണിക്ക് അടയ്ക്കുകയും ചെയ്യും. ഞായറാഴ്ച എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുണ്ടോ? ഞായറാഴ്ച സ്പെഷ്യൽ വെള്ളപ്പം ഉണ്ടാക്കും. വെള്ളപ്പം, ചട്നി, അരിക്ക് ചട്നി, ചിലപ്പോൾ വല്ല കടലക്കറി എന്തെങ്കിലും വല്ല കറി ഉണ്ടാവും. ചിലപ്പോൾ കടലക്കറി ഞായറാഴ്ച മാത്രമേ ഉണ്ടാവുള്ളൂ. ഞായറാഴ്ച മാത്രമേ കറി ഐറ്റംസ് ഉണ്ടാവുള്ളൂ. പുട്ടിൻ്റെ കൂടെ ആണെങ്കിലും കറിയായിട്ടില്ല, പുട്ടും പപ്പടവും ചായയും കൂടെ കഴിക്കാം. അത് അങ്ങനെ കഴിക്കുന്നവരാണ് ഒട്ടുമുക്കാലും ആൾക്കാർ ഇവിടെ വരുന്നവർ. അപ്പം അങ്ങനെ കഴിക്കണമെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഈ പാടങ്ങളൊക്കെ കണ്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ, നല്ലൊരു ആംബിയൻസിലൊക്കെ ഇരുന്ന് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് പോരെ. ആംബിയൻസ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ആ പച്ചപ്പൊക്കെ കണ്ട്, ഇത് പഴയ ഒരു വീടാണ്. അപ്പോൾ ആ വീട്ടിലിരുന്ന് ഒത്തിരി പേര് ഇരുന്ന് കഴിക്കുന്നുണ്ട്, അവർ വർത്തമാനം പറയുന്നുണ്ട്, ആ കൂടെ നമുക്ക് ഇരുന്ന് കഴിക്കുകയൊക്കെ ചെയ്യാം. പത്തിരിയായി, പുട്ടിപ്പേരില്ലേ? തീർന്നു ഇല്ലല്ലോ? പുട്ടുണ്ട്. പുട്ട് വേണമെങ്കിൽ നമുക്ക് കഴിയാം. അത് ഗോതമ്പുണ്ട്, അരിയുണ്ട് അല്ലേ? നമ്മുടെ ഇഷ്ടം പോലെ. വാ, 3 പീസ് പുട്ട്. പത്തിരി ആയില്ലേ? ഓരോ പത്തിരി, പപ്പടം, ചായ ആണോ? കാപ്പി? അപ്പോൾ ഞാനും കാപ്പി. 2 കാപ്പി, 1 ചായ, 3 പുട്ട് പീസ്, പത്തിരി, പപ്പടം. അങ്ങനെ നമ്മൾ പപ്പടവും പുട്ടും ഒക്കെ കഴിച്ചങ്ങോട്ട് തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ പപ്പടം പൊട്ടിച്ചു, പുട്ട് പൊട്ടിച്ചു, അത് കഴിഞ്ഞിട്ട് പപ്പടവും പുട്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്തു. ചായ ആയിരുന്നു മുമ്പേ കുടിച്ചത്, അതുകൊണ്ട് ഇപ്രാവശ്യം കാപ്പി കുടിക്കാമെന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെ കാപ്പി, ഞാനും ബിനുവും കാപ്പി. നിഷാദിന് ചായ വേണമെന്ന് പറഞ്ഞപ്പോൾ ചായ അവിടെ റെഡി ആവുന്നുണ്ട്. കൂടെ പത്തിരി, ഇപ്പം ചുട്ടെടുത്ത പത്തിരി, അല്ലെന്നുണ്ട് ഇവിടെ റൊട്ടി എന്നാണ് പറയുന്നതുകൊണ്ട് അങ്ങനെ നമുക്ക് റൊട്ടി എന്ന് തന്നെ പറയാം. ഇപ്പം ചുട്ടെടുത്ത റൊട്ടി അതും സൈഡിൽ വന്നിട്ടുണ്ട്. നല്ല ചൂട് റൊട്ടിയാണ്. പക്ഷേ ആദ്യം ഈ പപ്പടവും പുട്ടും കൂടെ പൊട്ടിച്ച് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അത് ഇങ്ങനെ ഇങ്ങനെ എടുത്ത് ഇത് കണ്ടോ, ഇച്ചിരി പപ്പടം കൂടിപ്പോയി, അതിപ്പോൾ ഇച്ചിരി ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തതേ ഇങ്ങനെ അങ്ങ് എടുത്തു. ഇതൊരു നൊസ്റ്റാൾജിക് ടേസ്റ്റ് എന്ന് വേണേൽ പറയാം അല്ലേ? നമ്മൾ അധികം കറികളൊന്നും ചേർത്ത് കുളവാക്കാതെ ആ പപ്പടവും പുട്ടും തന്നെ കഴിക്കുമ്പോൾ ആ കൂടെ വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി ഡ്രൈ ആണെന്ന് തോന്നിയാൽ ഇച്ചിരി ചായയോ കാപ്പിയോ എന്താന്ന് പൊളി. പണ്ടൊക്കെ ആണെങ്കിൽ പുട്ട് ഡ്രൈ ആണെങ്കിൽ ഇച്ചിരി കട്ടൻ കാപ്പി, മധുരമുള്ള കട്ടൻ കാപ്പിയുടെ ചേർത്ത് ഇച്ചിരി മയപ്പെടുത്തി കഴിക്കും. പുട്ട് പൊതുവെ ഇച്ചിരി ഡ്രൈ ആണല്ലോ അല്ലേ? അതെ. അപ്പൊ അതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിലും അങ്ങനെ കാപ്പി വേണമെങ്കിൽ ഇച്ചിരി ഒഴിച്ച് കട്ടൻ കാപ്പി ആണോ? കട്ടൻ കാപ്പിയാണ് കുറച്ചുകൂടെ ടേസ്റ്റ്. അതുപോലെ തന്നെയാണല്ലോ ചില സ്ഥലങ്ങളിലൊക്കെ ചെറുപയർ പുഴുങ്ങിയിട്ട് അതിനകത്ത് ചെറു കുരുമുളക് കൂട്ടിയിട്ട് ഉള്ളിയോ സവോളയോ എന്തൊക്കെയാണെന്നുണ്ട് അതൊക്കെ അധികം അങ്ങോട്ട് വെന്ത് പോകാതെ അതും കൂടെ കൂട്ടി മിക്സ് ചെയ്ത് കഴിക്കുന്നത് അത് നല്ല ടേസ്റ്റാണ്. അതും കൂടെ പപ്പടം ഉണ്ടാവും. അപ്പോൾ അതിനകത്ത് മധുരം വരത്തില്ല, മധുരത്തിൻ്റെ എലമെൻറ്റ് വരത്തില്ല. പക്ഷേ ഈ ഭാഗത്ത് അങ്ങനെ ഇല്ല. കടലയാണ് ചെറുപയറിനേക്കാളും കൂടുതൽ കടലക്കറി. പുട്ടും കടലക്കറി എന്ന് പറയുന്നത് പണ്ട് ഫേമസ് ആയിട്ടുള്ളൊരു കോമ്പിനേഷനാണ്. കിട്ടത്തില്ല. നിഷാദിന് വന്ന ചായ ലെയർ ചായയായിട്ട് ഇങ്ങനെ ഉണ്ടെന്ന് നമ്മൾ ആദ്യം കുടിച്ചപ്പോൾ ചേട്ടൻ നമുക്ക് ലെയർ ഒന്നും തന്നില്ല. ഇപ്രാവശ്യം നിഷാദിന് സ്പെഷ്യലായിട്ട് ലെയറൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പം നിഷാദ് അടിപൊളിയായിട്ട് ലെയർ ചായയൊക്കെ ആസ്വദിച്ച് പുട്ടും കഴിച്ച് പോകുന്നു. ഞങ്ങളും ഇനിയിപ്പോൾ പത്തിരിയിലേക്ക് പതുക്കെ വരുന്നു. ഞാൻ ഈ വർത്തമാനമൊക്കെ പറയുന്നതുകൊണ്ട് കഴിക്കാൻ ഇച്ചിരി സ്ലോ ആണ്. അപ്പോൾ ഇവരിതേ കഴിച്ച് തീർത്തു, പുട്ടും പപ്പടവും തീർത്തു. അപ്പോൾ അടുത്ത ഒരു പത്തിരിയിലേക്ക് കയറി. ഞാൻ പുട്ടും പപ്പടം ഒരു സ്വല്പം കൊണ്ടുണ്ട്, അതും കൂടെ കഴിച്ചിട്ട് നമ്മൾ പോംബെ മാതാവ് പള്ളിയുടെ ഓപ്പോസിറ്റാണ് ഇരിക്കുന്നത്. ആ പള്ളിയുടെ പോഞ്ചിറ അല്ലേ? പോഞ്ചിറ എന്നല്ല, കോഞ്ചിറ എന്നാണ്. ഏനാമാക്കൽ കോഞ്ചിറ പള്ളി, അതിൻ്റെ ഓപ്പോസിറ്റാണ് നമ്മളിരിക്കുന്നത്. വീണ്ടും മഴ ഇങ്ങനെ ഇരുണ്ട് കൂടി വരുന്നുണ്ട്. ഏതായാലും ഇനിയിപ്പം പത്തിരി ഇതാ. പത്തിരി ഞാൻ പറഞ്ഞു നല്ല ചൂടായിരുന്നു എന്ന് പറഞ്ഞു. കൊണ്ടുവച്ചപ്പോൾ നല്ല ചൂടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് വർത്തമാനമൊക്കെ പറഞ്ഞു പോയതുകൊണ്ട് അത്ര ചൂടില്ല, എന്നാലും ചൂടുണ്ട്. ചൂട് പത്തിരി തന്നെ. അതിങ്ങനെ മുറിച്ച്, അതും ശരിക്കും പറഞ്ഞാൽ കാപ്പിയല്ല, അതിൻ്റെ കൂടെ ചായ തന്നെയാണ് മാച്ചിങ്. ശരിക്കും പത്തിരിയുടെ കൂടെ ചായ കുടിക്കുന്നതാണ് എനിക്കിഷ്ടം. ചിലർക്ക് കാപ്പി ഒക്കെ ആവാം, അത് നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ. കോഴി വിളിക്കുന്നു. എനിക്ക് ആ കോഴി വിളിക്കുന്ന കേട്ടിട്ട് പത്തിരിയും കോഴിക്കറിയാണ് ഓർമ്മ വന്നത്.
ഏതായാലും നമുക്ക് ഈ വീഡിയോ ഇവിടെ നിർത്താം. അടുത്ത വീഡിയോ ഉടനെ ഉണ്ടാവും. നിങ്ങൾ കൂടെ ഉണ്ടാവുക. നമുക്ക് ഹാപ്പി ആയിട്ട് ഒന്നിച്ച് അങ്ങോട്ട് പോകാം. തൽക്കാലത്തേക്കിന് ബൈ.